68% സമ്മേളനം കലാ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ഇവിടെ നിങ്ങളോട് പറയുകയാണ്. ഐക്യകണ്ഠേന മാത്രം തീരുമാനം. ഈ സമൂഹത്തിന്റെ ദയനീയമായ അവസ്ഥ പരമ്പരാഗത കൈത്തൊഴിൽ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത ആ സാഹചര്യം, അതൊക്കെ പരിഹരിക്കുന്നതിന് KMSS വളരെ ശക്തമായ സമര പരിപാടികൾ ഉൾപ്പെടെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അക്കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോഴാണ് നമ്മൾ 2006 അന്ന് പ്രവർത്തിച്ച കേരളത്തിൽ മുന്നിൽ പ്രവർത്തിച്ചിരുന്ന 7 സംഘടനകൾ, ഞാൻ ആവർത്തിക്കുന്നു, 1940 മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വന്ന സംഘടനകൾ KMSSൽ പുതിയ സംഘടന ഉണ്ടാക്കി ലയിച്ച് അത് മുന്നോട്ട് പോകും. അത്തരത്തിൽ ഔദ്യോഗിക സ്വഭാവം പറയാവുന്ന ആളുകളെ മാത്രം വച്ച് ആ പരിപാടി നടത്തും. ആ വിഭാഗത്തിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിലുണ്ടായിരുന്നവർ അവര് മത പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായവർ, ആ പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായ വിഭാഗത്തിൽ തന്നെ നിരവധി സംഘടന. നമുക്ക് ശക്തരാകാനാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ സംഘടനാ ശേഷി നിങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു ചാർട്ട് ഓഫ് ഡിമാൻഡ് സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു അവകാശ പത്രിക. ആ അവകാശ പത്രികയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ് ആ അവകാശ പത്രികയിലൂടെ രംഗത്ത് വെച്ചിരിക്കുന്നത്. ആ അവകാശ പത്രിക സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ ഭരണഘടനയിൽ ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ ഭരണഘടനാപരമായി ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റ് വിഭാഗങ്ങളോട് ഒപ്പം എത്തിക്കണമെന്നുള്ളത് ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്തിട്ടുണ്ട്. ആ വിഭാവന ചെയ്ത കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. അത് നടത്തണമെങ്കിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു സംഘടനയായി ഇത് മാറണം. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ആരാണോ ഭരിക്കുന്നത്, ഭരിക്കുന്നവരുടെ മുഖം നോക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആർജിക്കാൻ കഴിയണം. അതിനകത്തൊരു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒരിക്കലും വരാൻ പാടില്ല.
കാരണം എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്, നിങ്ങളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. ആ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ കളിമൺ വ്യവസായം, ഇത് മൺപാത്ര വ്യവസായം, ഇതിവിടെ നിലനിർത്തുക എന്നുള്ളത് ഈ നാടിന്റെ അത്യന്തമായ കുടിൽ വ്യവസായം. ഇത് നിലനിർത്താൻ ആവശ്യമായ മെറ്റീരിയൽ, ഇപ്പൊ വയലുകളെല്ലാം നമുക്കറിയാം ഡേറ്റാ ബാങ്കിൽ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കി ഇതിനാവശ്യമായ റോ മെറ്റീരിയൽ കണ്ടെത്തി ഒരു കല്യാണ ദിവസം ഒരു കല്യാണ പെണ്ണ് എങ്ങനെയാണോ ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ പാലാത്തങ്കം, കഴുത്ത് നിറച്ച് ആഭരണം, കൈമുറച്ച്. അപ്പൊ ഞാൻ പാലാത്തങ്കത്തിനോട് ചോദിച്ചു, എന്തിനാണ് 24 മണിക്കൂർ ഈ ആഭരണം ഇട്ടുകൊണ്ട് നിങ്ങൾ? അവര് പറഞ്ഞ എപ്പോഴെങ്കിലും ഇത് ഊരി വെച്ചാൽ എന്റെ മക്കൾ വന്ന് അടിച്ചുകൊണ്ട് പോകും, അവർക്ക് കൊടുക്കാതിരിക്കാനാണ് ഞാനിത് കയ്യിലും കരുതുന്നത്. എപ്പോഴാണോ ഞാൻ മരിക്കുന്നത്, ആ മരിക്കുന്ന സമയത്ത് ഇത് ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ അന്തേവാസികൾക്കും കൊടുക്കാനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവർ കൂലിയെടുക്കുക. അപ്പോ മനുഷ്യൻ യാന്ത്രികമായ യുഗത്തിൽ ജീവിക്കുക, മെക്കനൈസ് യുഗത്തിലേക്ക് വന്നതോടുകൂടി കുലാലയ യന്ത്രങ്ങൾക്ക് പകരം യന്ത്രങ്ങൾ വന്നു. യന്ത്രങ്ങൾ വന്നെങ്കിൽ പോലും ഇന്നും ഈ പരമ്പരാഗതമായ വ്യവസായം അതേപടി നിലനിർത്തേണ്ടതും ആവശ്യമാണ്. നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ജീവിതം വേണം. എല്ലാവരും ജീവിക്കുന്നതിനാണല്ലോ. അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ജോലി, അവർക്കൊരു കുടുംബം. അപ്പൊ അതൊക്കെ സ്വപ്നം കാണുന്നവരാണ്. പരമ്പരാഗത വ്യവസായങ്ങളിലെ ജീവനക്കാരെ നിലനിർത്താൻ്റെ ആവശ്യം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്. കാരണം ഇതൊരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങളുടെ ഈ വ്യവസായം ഒരു കുടിൽ വ്യവസായമാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം. കയർ മേഖലയാണത്. ആലപ്പുഴ കുട്ടനാട് കയർ മേഖലയാണ്. ഇന്ന് കേരളത്തിൽ പരമ്പരാഗതമായ പല വ്യവസായങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു. അവിടൊക്കെ വൃദ്ധസദനങ്ങളാണ് ഉയർന്നു വരുന്നത്. 10 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച അമ്മ, സൃഷ്ടിച്ച പിതാവ്, 3 മണിക്കൂർ അവരെ ഒഴിവാക്കണമെങ്കിൽ 3 മണിക്കൂർ അവരെ സൂക്ഷിക്കുന്ന വൃദ്ധസദനമുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം അവരെ സൂക്ഷിക്കുന്ന വൃദ്ധസദനമുണ്ട്. ഇനി 1 മാസം അല്ലെങ്കിൽ ഒരു ജന്മം. ചില ആളുകളൊക്കെ മാതാപിതാക്കന്മാരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു, പള്ളികളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രീയമായ സംവിധാനത്തിലോ കുട്ടികൾ പലർക്കും ജനിക്കുന്ന ഈ കാലത്ത് പോലും ഇന്റർനെറ്റ് യുഗത്തിന്റെ പ്രത്യേകത, എന്നിലേക്ക് എല്ലാവരും ചുരുങ്ങുന്നു. ഞാനെന്ന ഭാവം അതിലേക്ക് മാറുന്നു. ഞാന്, എന്റെ ഭാര്യ, എന്റെ മകൻ, എന്റെ മകള്, അല്ലെങ്കിൽ ഞങ്ങൾ. അതിനപ്പുറത്തേക്കൊരു ചിന്ത ആർക്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കുട്ടികൾ വേണ്ട. നമ്മുടെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വൃന്ദ കാരാട്ട് ഒരു ലേഖനം എഴുതി. ആ ലേഖനം നിങ്ങൾ പലരും വായിച്ചു കാണും. അവരും പറഞ്ഞു, എനിക്കും പ്രകാശ് കാരാട്ടിനും യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും. പക്ഷെ ഞങ്ങളോടൊപ്പം ഈ വംശം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു. ചൈന കഴിഞ്ഞ് പിന്നെ ഇന്ത്യ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് എത്തുമെന്ന് കണ്ടു. അപ്പോഴാണ് നമ്മൾ കുടുംബാസൂത്രണം കൊണ്ടുവന്നത്. കുട്ടികൾ 3 മതി എന്ന് തീരുമാനിച്ചു. ആ കുടുംബാസൂത്രണത്തിന്റെ പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നെങ്കിലും ഇന്ന് ചൈനയേക്കാൾ കടത്തിവെട്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി. പിന്നീട് ആ 3 2 മാറി. 2 ആണായാലും പെണ്ണായാലും 1 മതി. ഇപ്പൊ ഈ ഇന്റർനെറ്റ് യുഗത്തിന്റെ പ്രത്യേകത, കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതിമാര് നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു ശ്രീ വി മുരളീധരൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഡോക്ടറാണ്. കലാകൗമുദിയുടെ അവസാനത്തെ പേജിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി, എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികളുണ്ടാകും. പക്ഷെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങളുടെ സെൻസസ് നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഓരോ ശതമാനത്തിലും വരുന്ന ജനങ്ങളുടെ ജാതീയപരമായ സ്വത്വം കണ്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവരെ സാമൂഹ്യമായി പരിഷ്കരിച്ച് നവോത്ഥാന പ്രക്രിയയിലൂടെ അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവരണമെങ്കിൽ ഓരോ നാടിന്റെയും ജാതീയമായ സെൻസസ് അനിവാര്യമായിട്ട് വരികയാണ്. നമുക്കറിയാം, ഇന്ന് യന്ത്രവൽക്കരണത്തിന്റെ നാടാണ്.
ഇന്നെല്ലാം യാന്ത്രികമായ യുഗത്തിലാണ്. ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടോ? ഞാനൊക്കെ രാവിലെ ഹരിനാമകീർത്തനം. ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾ ഇന്റർനെറ്റ് യുഗത്തിലേക്ക് കടന്നുകൊണ്ടുകൂടി നമ്മുടെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ജീവിത ശൈലിയിലൂടെയാണ് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഈ ആഹാരമൊക്കെ ഒരു കാലത്ത് നമുക്കറിയാം, എല്ലാം ചോറായാലും കറികളായാലും ചട്ടിക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഹോട്ടലുകളിൽ ചെന്നാൽ ചട്ടിക്കറി ഒരു വലിയ വിഭവമാണ്. അതിന്റെ അർത്ഥം ജനങ്ങൾ പഴയ പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് മാരകമായ രോഗങ്ങൾ പിടിച്ച് ആ രോഗങ്ങൾക്ക് ചികിത്സ നേടാൻ പോലും കഴിയാത്ത സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരു രോഗവും വരാതെ പരമ്പരാഗതമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചോറ് വയ്ക്കുന്ന കലം, അതുപോലെ തന്നെ ഇപ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ കാര, ദോശ, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ആ ഉപയോഗിച്ചിട്ടുണ്ടെന്ന എല്ലാം ഒരു കാലത്ത് അന്യം നിന്ന് പോവുകയും ആ അന്യം നിന്ന് പോയത് വീണ്ടും മനുഷ്യൻ പഴമയിലേക്ക് തിരിച്ചു പോയത് വഴി വീണ്ടും അതൊക്കെ പുനരാവിഷ്കരിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. മേഖലകളിൽ നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട്. ഇന്ന് ഫ്ളാറ്റുകളിലൊക്കെ ഹോമങ്ങൾ നടത്തണമെങ്കിൽ അതിന്റെ ഹോമകുണ്ഡം നിർമ്മിക്കുന്നത് നമ്മുടെ ഈ മൺപാത്രത്തിലൂടെയാണ്. മാത്രമല്ല നമുക്കറിയാം, ലോകത്ത് കാണുന്ന പല ശില്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന മൺപാത്രങ്ങളിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശില്പിയാണ് മൈക്കലേഞ്ചലോ. അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ഒരു ശില്പമാണ് ഡേവിഡ് എന്ന് പറയുന്നത്. ആ ഡേവിഡ് എന്ന് പറയുന്ന ശില്പം കണ്ടിട്ട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങ് ഇത്ര മനോഹരമായ ശില്പം ഉണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകത്തുള്ള എല്ലാ ലോഹങ്ങളിലും അതുപോലെ തന്നെ ചെടികളിലും മണ്ണിലുമൊക്കെ ഇത്തരം ശില്പങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവന ചിറക് മുളയ്ക്കുമ്പോൾ ആ ഭാവനയിൽ ഈ ചെടിക്കകത്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ്, അല്ലെങ്കിൽ പാറക്കഷങ്ങളിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് ഒരു ശില്പിയുടെ ഭാവന ചിറക് മുളയ്ക്കുമ്പോൾ അത് രൂപമായി മാറും. ഇത് നമ്മുടെ രാജ്യത്ത് മുഗൾ പീരിയഡിൽ ഉണ്ടാക്കിയ പല ശില്പങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പല മോഡലുകളിൽ കിട്ടാനില്ല. വയലേലകളിലും നദിക്കരയിലുമാണ് ഇതിനാവശ്യമായ റോ മെറ്റീരിയൽ. വയലേലുകൾ കുഴിച്ചെടുത്ത് ഏതാണ്ട് 6 അടിയോളം താഴ്ചയിൽ ചെല്ലുമ്പോഴാണ് ഇതിനാവശ്യമായ ചെളി അവിടുന്ന് കിട്ടുന്നത്. ചെളി സ്വരൂപിച്ച് ആ ചെളിയോടൊപ്പം തന്നെ ആറ്റിന്റെ തീരത്ത് കാണുന്ന ഒരു മണൽ കൊണ്ടുവന്ന് പഴയ കാലത്ത് ഇത് കാലുകൊണ്ട് ചവിട്ടി അരച്ച് നമ്മുടെ വയലേലുകളിൽ നിന്ന് കൊയ്ത്ത് കഴിഞ്ഞ് കറ്റകൾ കൊണ്ടുവന്ന് ചവിട്ടി മെതിച്ച് അതിലെ നെല്ല് നമ്മൾ എടുക്കുന്ന പോലെ മനുഷ്യൻ അവന്റെ കാലുകൊണ്ട് ചവിട്ടി ഇതൊരു പരുവമാക്കിയിട്ടാണ് ഇതിൽ നിന്ന് ആവശ്യമായ റാ മെറ്റീരിയൽ കണ്ടെത്തുന്നത്. ഈ റാ മെറ്റീരിയലാണ് കുലാലയ ചക്രത്തിനകത്ത് വെച്ച് സ്ത്രീയും പുരുഷനും സമാനമായി ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് ഈ മൺപാത്രങ്ങളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുലാലയ ചക്രം പ്രവർത്തിപ്പിക്കുകയും തന്റെ ഗംഗാനദിയിൽ നിന്ന് അതിന് വെള്ളം കൊടുക്കുകയും മാത്രമല്ല, ഇത് കറക്കാൻ ശൂലം മാത്രമല്ല, ശിവന്റെ ശൂലത്തിലൂടെ ഇത് കറക്കിയ അവസാനം പൂജാപാത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത് പുരാതന ചരിത്രവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, പണ്ട് ദേവലോകത്ത് പൂജാക്രമങ്ങൾ ദേവന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവർ ഈ മൺപാത്ര നിർമ്മാണത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുള്ള ഒരു കുടുംബമാണ് നമ്മുടെ മൈസൂർ രാജകുടുംബം എന്നുള്ളതാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് നിലാനദിയിൽ ഈ മൺപാത്ര നിർമ്മാണവുമായിട്ടൊരു വലിയ ചരിത്രമുണ്ട്. അപ്പൊ പ്രാചീന ഇന്ത്യയിൽ മൺപാത്ര നിർമ്മാണം നടന്നിരുന്നതായി ചരിത്രത്തിന്റെ രേഖ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് സമുദായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
കുശലനുണ്ട്, കുലാലയുണ്ട്, കുംഭാരനുണ്ട്, വേളാനുണ്ട്. ഇവിടെ രാജേഷ് പറഞ്ഞ പോലെ ആന്ധ്ര നായർ എന്നറിയപ്പെടുന്ന സമുദായമുണ്ട്. ഇതൊക്കെ ഈ കുലത്തൊഴിലാണ്. അതുപോലെ തന്നെ ഈ കുലത്തൊഴിലിന് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകേട്ട ഒരു ഗ്രാമമാണ് പാലക്കാട്ട് കരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമം. അപ്പൊ അവിടെ എല്ലാം ഈ മൺപാത്ര നിർമ്മാണം നടന്നിരുന്നു എന്നുള്ളതാണ്. ഉത്തര മലബാറ് ഉറഞ്ഞാടുന്ന തെയ്യങ്ങളുടെ നാടാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ നാടാണ്. വയനാട് കുലവന്റെ നാടാണ്. തെയ്യങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് തെയ്യങ്ങൾ ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ തെയ്യങ്ങളുടെ നാട്, ഉറൂസുകളുടെ നാട്, പള്ളിപ്പെരുന്നാളുകളുടെ നാട്, അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു നാട്ടിൽ വെച്ചാണ് നമ്മുടെ 18ാം മൺപാത്ര നിർമ്മാണ സമുദായത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഞാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുക, ജീവിതത്തിൽ ഇത്രയും വർഷക്കാലം പ്രവർത്തിച്ചിട്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് ഈ നാടിനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. എന്റെ മനോമുകുരത്തിൽ ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളും അവരെനിക്ക് നൽകുന്ന സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം ഒക്കെ എനിക്കൊരിക്കലും മറക്കാനാവാത്ത നദികളുടെ പ്രഭവ കേന്ദ്രമാണ് നമ്മുടെ മലയോര മേഖല. ആ 44 നദികളിൽ 9 നദികൾ ഒഴുകുന്ന ഒരു നാടാണ് കാസർഗോഡ്. ചന്ദ്രഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പൈസിനി പുഴയുണ്ട്, നടുവാഹിനി പുഴ അടക്കം 12ഓളം നദികൾ ഈ നാടിനെ ഫലഭൂയിഷ്ടമാക്കുന്നതിന് ഇവിടെ ഒരു നിവേദനം വാങ്ങിയത് എത്തേണ്ടടുത്ത് എത്തൂല എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസത്തെ നമുക്ക് എന്തായാലും എതിർക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ അതിഥികളായി നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് വരുന്ന അതിഥികളെ, അവരുടെ വാക്കുകളെ നമ്മൾ മുഖവിലക്കെടുക്കാതെ നമുക്ക് എന്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എന്നത് മറ്റൊരു കാര്യമാണ്. അത് അദ്ദേഹം ഈ വേദി ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ ആയിരിക്കും എന്ന് പ്രവചിക്കുന്നത് എന്തായാലും സംഘടനാ രീതിയല്ല, അത് ഈ സംഘടനയ്ക്ക് യോജിച്ചതല്ല, അത് KMSന്റെ ഒരു ഔദ്യോഗികമായ നിലപാടല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ MLA ചെയ്യാനൊക്കെ ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസം കൂടി എനിക്കുണ്ട്. രാഷ്ട്രീയപരമായി അദ്ദേഹവുമായി ചിലപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യോജിച്ചു പോകുന്നവനല്ല ഞാൻ. എന്നാലും ആ ഒരു അദ്ദേഹത്തിന്റെ പരാമർശം ശരിയായിരുന്നില്ല എന്ന് എനിക്ക് വളരെ ഖേദത്തോടെ സൂചിപ്പിക്കുന്നു. ആ പരാമർശത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമയോദിക്കുന്നു. ഇന്ന് ശേഖരിക്കുന്നത് മുതൽ ആ ഒരു വർഷം ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിന്റെ പ്ലാനിംഗ് ആണ് ആദ്യ മാസമായ ഏപ്രിൽ വിഷു കഴിഞ്ഞ ഉടനെ ഇവിടെ നടക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് നമുക്കറിയാം, നമ്മുടെ മൺപാത്ര ജോലി എല്ലാ കാലത്തും ചെയ്യാൻ പറ്റിയതല്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ജോലി നമുക്ക് ചെയ്യാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ ആ സമയത്തേക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ടാക്കി വെക്കേണ്ടത് മറ്റു സമയങ്ങളിലാണ്. അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി ജീവിതം ഇതിലൂടെ തന്നെ കടന്നുപോയ ഒരു സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇന്നുള്ളത്. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ വീടിലടക്കം, അദ്ദേഹത്തിന്റെ വീട് കാസർഗോഡ് ജില്ലയിലെ വടക്കേറ്റത്ത് എന്ന ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലാണ്. അവിടെ വരെ ഈ എരിക്കുളത്ത് നിന്നുള്ള സ്ത്രീകള് തലയിൽ വെച്ച് പാത്ര വിൽപ്പനയ്ക്ക് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അത്രത്തോളം ഇവിടെ നിന്ന് ഏകദേശം 10-30ഓളം കിലോമീറ്റർ ദൂരെയാണ് ഈ പറഞ്ഞ ചെമ്മനാട് എന്ന
അദ്ദേഹത്തിന്റെ ഗ്രാമം. ആ ഗ്രാമത്തില് അതിന് അപ്പുറം, കാസർഗോഡിന് അപ്പുറം വരെ തലച്ചുമലായി കൊണ്ടുപോയി വിറ്റ് ജീവിച്ചു വന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, അവർ അനുഭവിച്ച് വന്ന യാതനകൾ ഒക്കെ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മേളനത്തെ ഇവിടെ വിജയിപ്പിക്കണം എന്നതുകൊണ്ടാണ് ഈ എരിക്കുളം തന്നെ തെരഞ്ഞെടുക്കൽ. അതുപോലെ തന്നെ എനിക്ക് മുമ്പേ പ്രസംഗിച്ച എന്റെ പ്രിയപ്പെട്ട ഒരു കാലമായിരുന്നു, മുമ്പൊക്കെ പുറത്തു കൊണ്ടുപോകുന്ന സ്ഥിതി വിശേഷമായിരുന്നു. ഇന്ന് അതല്ല, കാലം വളരെയധികം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലിനെ നല്ലൊരു നാഷണൽ പോയി ഇന്റർനാഷണൽ വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് ഏത് വീട്ടിൽ ചെന്നാലും ഒരു മൺപാത്രം ഇല്ലാത്ത വീട് കുറവാണ്. മൺപാത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവർ തന്നെയാണ് എല്ലാവരും. ഇത് ഒരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് മൺപാത്ര നിർമ്മാണം. കാരണം വെറും പാത്രം മാത്രമല്ല, പൂച്ചട്ടികൾ, അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഹോട്ടലുകളിൽ മൺ ഗ്ലാസുകൾ വരെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു നിർമ്മാണത്തെ കേവലവൽക്കരിക്കാതെ പഴമയിലൂടെ പുതുമ അല്ല, തനിമയുള്ള പുതുമ എന്ന് തന്നെ പറയാം, അതിനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് പഴയകാലങ്ങളിൽ ഞാൻ ചെറുതുണ്ടാകുമ്പോഴൊക്കെ മൺപാത്രം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി പാത്രം അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നതല്ല, നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് മൺപാത്രങ്ങൾ കിട്ടണം. അപ്പോ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നത ഉദ്യോഗത്തിലേക്ക് പോകുന്നവരെ കൂടാതെ മറ്റുള്ളവർ ഇത്തരം പരമ്പരാഗത തൊഴിലിനോട് ആസക്തി കൂടുതൽ, തങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇത്തരം സമ്മേളനത്തിന്റെ നിങ്ങളിലൂടെ നേടിയെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തിലുള്ള ഈ അവസരങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള മണ്ണ് നമുക്ക് യഥേഷ്ടം ലഭിക്കുന്നു. നമ്മുടെ പ്രദേശത്ത് ഇതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഉപയോഗത്തോടുകൂടി തന്നെ നല്ലൊരു വരുമാനത്തിലേക്ക് കഴിയുന്ന ആൾക്കാർ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് അതിന്റെ ബിസിനസ് ഇല്ലെങ്കിലും നമുക്കൊന്ന് ചെയ്താൽ അത് വിൽപ്പന നടത്തണമെങ്കിൽ ചിരപരിതമായ പരിചിതമായ സ്ഥലങ്ങളിലൊന്ന് എരിക്കുളം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഏറ്റവും ഫലപ്രദമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വതസിദ്ധമായ തന്റെ സാന്നിധ്യം കൊണ്ട്, പ്രൗഢഗംഭീരമായ പ്രസംഗം കൊണ്ട് നമ്മോട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി KMSSന്റെ സംസ്ഥാന SSന്റെ ആവശ്യങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് പാലങ്ങൾ ഉണ്ടാവുകയായിട്ടുള്ള കാര്യം കൂടി പ്രത്യേകം അറിയിക്കുന്നു. ഗ്രാമത്തിൽ മുൻപാതി നിർമ്മാണ സമൂഹം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന അഭിമാനകരമായ കാര്യമായി ഞാൻ ഇവിടെ കാണുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയ്ക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ വളരെ നല്ല നിലയിൽ ഒരു സമ്മേളനം ഒട്ടും പ്രതീക്ഷിക്കാത്ത $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.